പണം തട്ടൽ. ലോൺ തരപ്പെടുത്തി നൽകാമെന്ന മോഹവാഗ്ദാനങ്ങൾ നൽകി 20ഓളം പേരിൽ നിന്നും പണം കൈപ്പറ്റിയതായി പരാതി. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. നിർധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. ലോൺ വാങ്ങി നൽകാമെന്ന വ്യാജേന പല സ്ഥലങ്ങളിൽ വിളിച്ചുകൊണ്ടുപോയതായും ആരോപണം. ഇവർ പരസ്പരം സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോയും വാട്സാപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടു. സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായി പണം നഷ്ടപ്പെട്ടവർ പറയുന്നു. എൻ്റെ പേര് രാജി. ഇത് എൻ്റെ അമ്മ പ്രസന്നകുമാരി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സഹോദരൻ്റെയും കൂട്ടുകാരുടെയും കയ്യിൽ നിന്നും ഒരു 10 ലക്ഷം രൂപയോളം ഒരാൾക്ക് 10 ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞ് 2 സ്ത്രീകൾ കബളിപ്പിച്ചതിൻ്റെ കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഞങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു. ഞങ്ങൾക്ക് ലോൺ തരാം, ഞങ്ങൾക്ക് വീട് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ, ഒരാൾക്ക് 50,000 രൂപ വെച്ച് 20 പേരെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപയോളം ഈ 2 സ്ത്രീകൾ കൈക്കലാക്കി. പോളയത്തോടെ എന്നുള്ള ഒരു അനീഷയും തഴുത്തലെന്നുള്ളൊരു രമ്യാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഓരോ ദിവസം തരാന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി. എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, പിന്നെ തമിഴ്നാട്ടിൽ, അങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾക്ക് അവിടുന്ന് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവിടെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി. അങ്ങനെ പല സ്ഥലത്തും കൊണ്ടുപോയി. അതിനെല്ലാം പൈസ ഞങ്ങളെ കൊണ്ട് ചെലവാക്കിച്ച് എന്നിട്ട് വണ്ടിയിൽ പൈസ കൊണ്ടുവരുമ്പോൾ 15,000 രൂപ നിപ്പി നാളെ രാവിലെ വണ്ടിക്കകത്ത് പൈസ കൊണ്ടുവന്ന് കോട്ടക്കൽ തരുമെന്ന് പറഞ്ഞുകൊണ്ട് 15,000 രൂപ അതിന് കൊടുത്തു. 11,000 രൂപ ഇപ്പം തന്നെ അയക്കണം, ഇന്റർനാഷണൽ അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞ് അത് വാങ്ങിച്ച്. അങ്ങനെ ഓരോന്നിനും 5,000, 10,000 വെച്ച് അങ്ങനെ കുറെ പൈസ എടുത്ത് ഞങ്ങളെ കൊണ്ട് ബാങ്ക് ബറോഡയിൽ ഒരു അക്കൗണ്ട് എടുപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും പലിശയ്ക്കും കടമെടുത്താണ് ഈ പൈസകൾ കൊടുക്കുന്നതല്ല. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ ഉണ്ടായിട്ടല്ല ഇത്രയും പൈസ ഞങ്ങൾ കൊടുത്തു. ഇപ്പം ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചവരുടെ പൈസയ്ക്ക് അവർ ആത്മഹത്യയ്ക്ക്, ഒരു പാവപ്പെട്ട കൊച്ച് ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചതിന് ഞങ്ങൾ എല്ലാവരും കൂടെ അത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഇച്ചിരി ഇടപാടുണ്ടായതുകൊണ്ട് പ്രൂഫ് ഇല്ലാതെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇടപെട്ടത്. എനിക്ക് വേറെ ലോൺ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് പൈസ അടിച്ച് ഞങ്ങൾക്ക് ബാധ്യത, കടബാധ്യതയെ കിടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇടപെട്ടത്. പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസുകാർ തന്നെ പറഞ്ഞത് ഇവരുടെ പേരിൽ തന്നെ ഓൾറെഡി ഒരുപാട് കേസുകൾ ഇവിടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ നല്ല രീതിയിൽ നാട്ടുകാരെ മൊത്തം പറ്റിക്കുന്നത്. ഇനി ഒരു കുടുംബത്തിന് ഇവർ പറ്റിക്കാനുള്ള ഇടം ഉണ്ടാവരുത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. മറ്റുള്ളവർക്ക് പൈസയുടെ ഒരുപാട് പേര് ഞങ്ങൾക്ക് അറിയാവുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾ കൊടുത്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല. മാത്രം പൈസ അല്ല, ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾക്ക് കൊടുത്ത ഇടപാട് തീർക്കണം. ഞങ്ങൾ ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല, മറ്റുള്ള കൊച്ചുങ്ങൾ ഞങ്ങളെക്കാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പൈസ രേഖകളും റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ തന്ന ബാധ്യത തീർന്ന് നമുക്ക് 5 സെന്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ എമൗണ്ട് അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പലിശയ്ക്ക് എടുത്തും ടോളെടുത്തും ഒക്കെ ഞങ്ങൾ ഈ പൈസ കൊടുത്തല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, 1 രൂപ ഉണ്ടായിട്ടല്ല. ഞങ്ങളിപ്പം പട്ടിണി. എൻ്റെ കൊച്ച് 2 മാസം കുവൈറ്റ് ജോലിക്ക്, വീട്ടുജോലിക്ക് ഇരുന്ന കൊച്ചാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം 2 വട്ടം ടിക്കറ്റ് അയച്ചപ്പോഴും ഒരു കയറി പോകണ്ട, ഞാൻ രാജിയുടെ കയ്യിലെ പൈസ തരാക്കത്തോളം. ആ ജോലി പോയി ഞങ്ങളിവിടെ പട്ടിണിയിലാണ് കിടക്കുന്നത്. പട്ടിണിയാണ്. 2 കുഞ്ഞുങ്ങളെ, അവളെ കൊച്ചിന് സ്കൂളും പഠിത്തം നിർത്തി. എൻ്റെ മോൻ പോയിട്ട് വന്ന് അവന് തിരിച്ചു പോകാൻ പറ്റിയില്ല. വന്നാൽ ഇപ്പം വീടിടിക്കാൻ പോയിരുന്നു. വീട്ടിൽ ഞങ്ങൾക്ക് അരി മേടിക്കാനായിട്ട് 10 മാസം അതിൻ്റെ അസുഖം കൊച്ചാണ്. 2 ടിക്കറ്റും പോയി, അവളെ ജോലിയും പോയി. ജോലിക്ക് വേണേ കൊച്ചില്ല. കിടക്കഴിഞ്ഞിട്ട് കറണ്ട് ഊരിക്കൊണ്ടുപോയി. ആ അവസ്ഥയിൽ കിടക്കുക ഞങ്ങൾ. അരി പോലും മേടിക്കാൻ, റേഷൻ പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ. വാടക കൊടുത്ത് 2 മാസമായി. അവരെ കാരണം ഈ വീട് ഞങ്ങൾ വാടക എടുത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പൈസ തരാം, നിങ്ങൾക്ക് വീട് മേടിക്കാം, വസ്തു മേടിക്കാം, ഇത്രയും രൂപ ഉടനെ തരാമെന്ന് പറഞ്ഞു. 11 മാസമായി പൈസ മേടിച്ചിട്ട്. 5,500 രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് മാസം അടവ്. നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് അടച്ചുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോയി കുഴിച്ചടിച്ച്. അവർ പറയുന്നിടത്തെല്ലാം നമ്മളെ കൊണ്ടുപോയി. എവിടെല്ലാം പോകണോ അവിടെല്ലാം ഞങ്ങളെ കൂടെ കൊണ്ടുനടക്കും. BJP എന്നാണ് ലോണിന്റെ പേര്. ഒരാൾക്ക് 23 വയസ്സായ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ അകത്തോണ്ട് കയറിയില്ല. അവര് തന്നെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പൈസ ഞങ്ങളെ കൊണ്ട് അടപ്പിച്ച്. പോകാനുള്ള വഴിച്ചെലവിന് വരെ ഞങ്ങൾക്ക് ചെന്നൈയിൽ പോകണം, അതിന് വഴിച്ചെലവിന് 9,000 അന്ന് പറഞ്ഞിട്ട് വരെ 4 അക്കൗണ്ട് എടുപ്പിച്ച്. ആദ്യം 2 അക്കൗണ്ട് 2 പേർക്കും കൂടെ 11,000 രൂപ വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അക്കൗണ്ട് തന്നില്ല, ഒന്നും തന്നില്ല. പിന്നെ വീണ്ടും എന്റെ മോനെ കൊണ്ടൊരു അക്കൗണ്ട് എടുപ്പിച്ച്. പിന്നെ ഞങ്ങൾ 2നെയും കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ച്. ഇതെല്ലാം ചെയ്തിട്ട് 1 രൂപ അതിനകത്ത് വന്നിട്ടില്ല. 56,000 വന്ന്, 56 ലക്ഷം വന്ന്, ഇതൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ 1 രൂപ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിലും വന്നിട്ടില്ല. ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല. കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ ആയിട്ടുണ്ട്, 10 ലക്ഷം പേര് അക്കൗണ്ടിൽ വരുന്നുണ്ട്, നിങ്ങൾ ഇപ്പം പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കരുത്, ഞങ്ങൾ പറഞ്ഞിട്ടേ എടുക്കാവൂ. മെസ്സേജ് ഇട്ട് തന്ന്, മെയിൽ അയച്ചു തന്നേക്കുന്നത് 76 ലക്ഷം രൂപ അക്കൗണ്ടിലാണ് പറഞ്ഞു. 76 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നെന്നും പറഞ്ഞു. എന്റെ ലോൺ സാങ്ഷൻ ആയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ്. ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളവരെ കാണിക്കുമ്പോൾ അവർ ഈ പൈസ ഡെബിറ്റഡ് ആണോ? ഇല്ല. ഒരു